വാർത്തകളിലേക്ക്. മാവേലിക്കര അച്ചൻകോവിലാറിൽ നിർമ്മാണത്തിലിരുന്ന പാലം തകർന്ന് 2 തൊഴിലാളികൾ മരിച്ചതിൽ ഇന്ന് പൊതുമരാമത്ത് വിജിലൻസ് വിഭാഗം അന്വേഷണം ആരംഭിക്കും. പാലത്തിന്റെ നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്ന് നേരത്തെ തന്നെ ആക്ഷേപം ഉയർന്നിട്ടും പരിഹരിച്ചില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. പാലത്തിനുണ്ടായ വളവ് മാറ്റുമെന്നും ഏറ്റെടുത്ത സ്ഥലവാസികളെ പരിഗണിക്കുമെന്ന് പറഞ്ഞിട്ടും നടപടിയുണ്ടായില്ലെന്നും പഞ്ചായത്ത് അംഗങ്ങളടക്കം പറയുന്നു. കായംകുളം നിയമസഭാ മണ്ഡലത്തിലെ ചെട്ടികുളങ്ങര പഞ്ചായത്തിനെയും ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലത്തിലെ ചെന്നിത്തല തൃപ്പരുന്തറ പഞ്ചായത്തുകളെയും തമ്മിൽ യോജിപ്പിക്കുന്ന നാട്ടുകാർക്കും പ്രദേശവാസികൾക്കും മാത്രമല്ല ഇതുവഴി സഞ്ചരിക്കുന്ന ആർക്കും പ്രയോജനകരമായ ഒരു പാലം. ആ പാലം നിർമ്മാണം തുടങ്ങിയിട്ട് തന്നെ 4 വർഷം. ഈ നിർമ്മാണം തുടങ്ങുന്ന സമയത്ത് തന്നെ പലതരം പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്, പഞ്ചായത്ത് അംഗങ്ങൾ പറയുന്നത്. ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പല അപാകതകളും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു പല സന്ദർഭങ്ങളിലും. പക്ഷെ അപ്പോഴൊന്നും അത് കാര്യമായി പരിഗണിച്ചിട്ടില്ല. ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത എന്നത് ഈ അച്ചൻകോവിലാർ ഒഴുകുന്ന ഇതിന്റെ തീരത്ത് ഏതാണ്ട് 150ലധികം കുടുംബങ്ങൾ പലപ്പോഴും വെള്ളപ്പൊക്ക ഭീഷണിയാണ്. അത് മഴ പെയ്യണമെന്ന് മാത്രമില്ല, ഡാമുകൾ തുറന്നു വിടുമ്പോഴും കിഴക്കൻ വെള്ളം ഒഴുകി വരുമ്പോഴും ഒക്കെ ഈ അച്ചൻകോവിലാർ കരകവിഞ്ഞ് ഒഴുകാറുണ്ട്. അത് തന്നെ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന ഒരു പ്രദേശം. ഈ പാലം വരുമ്പോഴുണ്ടാകുന്ന ഇരട്ടയാഘാതം ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ട് കൂടി പരിഗണിച്ചിട്ടില്ല എന്ന ഒരു പരാതിയുണ്ട്. ഇപ്പോൾ എന്നോടൊപ്പം ഈ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന പഞ്ചായത്ത് അംഗം ഉണ്ട്. അവർ തന്നെ ഇത് പറയും. കാര്യങ്ങളിൽ പല സന്ദർഭങ്ങളിൽ അവർ മന്ത്രിതലത്തിൽ പോലും ഇടപെട്ട് കാര്യങ്ങൾ പറഞ്ഞ ഒരാൾ കൂടിയാണ്. ശരിക്കും എന്തായിരുന്നു നിങ്ങളുടെ അന്നത്തെ പരാതി? അന്ന് നമ്മുടെ പരാതി എന്ന് പറയുന്നത് പാലം പണി വന്നു ആദ്യം തന്നെ ഇവിടുത്തെ ജനങ്ങളെ സത്യത്തിൽ ഇത് ബോധ്യപ്പെടുത്താതെ കൊണ്ടാണ്. എത്ര സെൻറ്റ് സ്ഥലം നമ്മൾ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രയാണ് പാലത്തിന് വേണ്ടുന്നത്, എത്ര നമുക്ക് സഞ്ചാരയോഗ്യമായി കിട്ടും, ബാക്കിയുള്ളത് എത്ര സെൻറ്റ് അല്ല എത്ര ഏരിയ കിട്ടുമെന്നുള്ളത് നമ്മൾ ബോധ്യപ്പെടുത്തിയിട്ടില്ലായിരുന്നു. ഒന്നത്. 2, ഈ പാലം പണിയുടെ ചെട്ടികുളങ്ങരയിലെ 1-ാം വാർഡിലേക്ക് ഈ പാലം പണിയുടെ തുടങ്ങിയപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം നിന്നുകൊണ്ട് തന്നെ ഇതിനെ എതിർക്കുകയും ഇതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തപ്പോൾ നിങ്ങൾ നിയമപരമായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇതിന് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകൂ എന്ന് പറഞ്ഞു. അങ്ങനെ അതും പ്രകാരം ഞങ്ങൾ ഇവിടെ ഒരു വിവിധ പാർട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരു സംയുക്ത യോഗം വിളിച്ചു കൂട്ടുകയും ആ യോഗത്തിലെടുത്ത തീരുമാനം മന്ത്രിയെ അറിയിക്കുകയും, അതായത് സജി ചെറിയാൻ സാറിനെ അറിയിക്കുകയും അടുത്ത ഒരു ദിവസം നമുക്ക് ഡേറ്റ് തരികയും ആ ഡേറ്റും പ്രകാരം നമ്മൾ ഇവിടെ യോഗം വിളിക്കുകയും മന്ത്രി ഇവിടെ എത്തുകയും ചെയ്തു. അപ്പം നമ്മുടെ ചെട്ടികുളങ്ങര പഞ്ചായത്തിൻ്റെ 1-ാം വാർഡിലെ 8 മീറ്ററുള്ള 15 വർഷത്തിന് മുമ്പ് PM പദ്ധതിയിൽ വെച്ച് 85 ലക്ഷം രൂപയ്ക്ക് ഈ റോഡ് കോന്നകത്ത് മാലി മുതൽ തേക്കിൻ ചുവട് വരെ ഈ റോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ 8 മീറ്ററാണ് ഈ റോഡിൻ്റെ നമ്മുടെ ആകെയുള്ള സ്ഥലം ഏരിയ. ആ ഏരിയയിൽ നിന്നുകൊണ്ട് തന്നെ 5 മീറ്റർ എടുക്കുകയും 5.5 മീറ്റർ എടുക്കുകയും ബാക്കി 2.5 മീറ്ററാണ് റോഡിന് വേണ്ടിയിട്ട്, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ആസ്തിയിൽപ്പെട്ട ഈ റോഡ് ജനങ്ങൾക്ക് 4 കോളനികളടങ്ങുന്ന ഏരിയയാണ്. ഈ ഏരിയയിലെ ജനങ്ങൾക്ക് പോകാൻ ഒരേ ഒരു വഴിയെന്ന് പറയുന്ന ഈ വഴിയാണ്. അപ്പൊ ഈ വഴി തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ഈ പാലം ഒരിക്കലും, അതായത് പൊതുമരാമത്ത് വകുപ്പ് നിർമ്മാണം ഏറ്റെടുത്ത ഈ പാലത്തിന്റെ സ്ഥലം ഏറ്റെടുപ്പ് ഈ പഞ്ചായത്തിനെയോ ബന്ധപ്പെട്ടവരെയോ അറിയിക്കാതെയായിരുന്നു എടുത്തത്. അതെ, അങ്ങനെയായിരുന്നു എടുത്തിരുന്നത്. അതായിരുന്നു നിങ്ങളുടെ പരാതി? അതായിരുന്നു ഞങ്ങളുടെ പരാതി. ആദ്യത്തെ പരാതി അതായിരുന്നു. അതിനുശേഷം ഈ പാലത്തിന്റെ പണി അപ്പുറത്ത് പൂർത്തീകരിച്ച് വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഈ പാലത്തിനൊരു വളവുണ്ടെന്നും ഇതിന്റെ അലൈൻമെന്റ്സിന് മാറ്റം വരുത്തിയെന്നുള്ളത് ഞങ്ങൾ അറിയുന്നത്. അപ്പോൾ തന്നെ നമ്മൾ യോഗം വിളിച്ചു കൂട്ടി ഇത് അതിൻ്റെ അധികൃതരെ അറിയിപ്പിക്കുകയും ഇവിടെ ഉൾപ്പെടെയുള്ളവർ AXC, AE, നമ്മുടെ പിന്നെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തുകയും ബ്ലോക്ക് പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് ഭാരവാഹികളെല്ലാം തന്നെ ഇവിടെ എത്തി അതിനെ വിലയിരുത്തുകയും അതിൻ്റെ നടപടിയെക്കുറിച്ച് നമുക്കിത് മാറ്റി ഇതിനെന്താണ് പോംവഴി ചെയ്യേണ്ടതെന്നുള്ളത് മന്ത്രി അടക്കമുള്ളവർ ഞങ്ങൾക്ക് വാക്ക് തന്നു. ഈ പാലം കൊണ്ടോ നിങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ലെന്നുള്ള ഉറപ്പിന്മേലാണ് പിന്നീട് ഇവിടെ പണി ആരംഭിക്കുന്നത്. അതായത് ഈ വളവ് നൂത്തോ? ഇല്ല, നൂത്തിട്ടില്ല. ആ വളവ് നോക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് അതിന് AE കണ്ടെത്തിയിട്ടുണ്ട്, അതിനുള്ള പരിഹാരം, അല്ലെങ്കിൽ AXC കണ്ടെത്തിയിട്ടുണ്ട്. ആ പരിഹാരം എന്താണെന്ന് ഇപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല. ആ വളവ് അതുപോലെ നിലനിർത്തിയാണ് പാലം പണി പുരോഗമിക്കുന്നു.
അതാണ് ഈ പാലം പണി പുരോഗമിക്കുന്നത് പോലും നാട്ടുകാരും ബന്ധപ്പെട്ടവരുമൊക്കെ പരാതി ഉന്നയിച്ച കാര്യങ്ങൾ കൂടി പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ പരിഗണിച്ചു എന്ന് പറയുന്നത് ഏതർത്ഥത്തിലാണ് എന്നവരെ ബോധ്യപ്പെടുത്താതെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. അത് ഈ നിർമ്മാണത്തിലെ ഒരു അപാകതയാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് ഈ തകർന്നു വീഴുന്നതുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, നേരത്തെ തന്നെ ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന പരാതികൾ ഗൗരവത്തിൽ പരിഗണിച്ചിട്ടില്ല എന്ന ഒരു പ്രശ്നം ഇപ്പോഴും ഈ പ്രദേശവാസികളുടെയും പഞ്ചായത്ത് അംഗങ്ങളുടെയും മുന്നിൽ ഉണ്ട്. അവർ അത് പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്.